ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച റിനി ആൻഡ് ജോർജ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഇല്ല, ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ആരോടും പറഞ്ഞിട്ടില്ല. ഈവൻ അദ്ദേഹത്തെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അറ്റാക്കുകൾ കൂടിയുണ്ട്. എല്ലാ കാര്യങ്ങളും തന്നെ ഞാൻ എന്റെ പരാതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൊള്ളുന്നവർക്ക് പൊള്ളുന്നു എന്ന് പറയുമ്പോഴേ ഈ ആരോപണ വിധേയന്റെ ഭാഗത്ത് തന്നെയാണ് ഇത്തരം സൈബർ അറ്റാക്ക് ചിന്തിക്കപ്പെടുന്നുണ്ടോ? അങ്ങനെയല്ല, ആർക്കാണോ അത് കൊള്ളുന്നത് അവർക്ക് പൊള്ളുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ പെയ്ഡായി കൂട്ട ആക്രമണം നടത്തുന്നത്. അപ്പൊ ഈ ആരോപണ വിധേയൻ പെയ്ഡ് ആക്രമണത്തിന് അയച്ചുവിടുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിന് ആരാണെങ്കിലും, ആരോപണ വിധേയൻ എന്നല്ല, ആരാണെങ്കിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണെങ്കിലും ഒരു പെയ്ഡ് രീതിയിൽ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിപ്പോ കമന്റ് ഇടുന്നവരെയും ഈ വീഡിയോ ചെയ്യുന്നവരെയും മാത്രമല്ല, അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തികളെയും കൂടി, അതിന് ചരട് വലിക്കുന്ന ചില ശക്തികളുണ്ട്, അവരെയും കൂടി നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. അവർക്ക് വേണ്ട വിധത്തിലുള്ള, അവർക്കെതിരെയുള്ള നടപടികൾ സ്വീകരിക്കണം. അതെ, ഡയറക്റ്റ് അറ്റാക്ക് നടത്തുന്നവർ മാത്രമല്ലല്ലോ, അതിന് പിന്നിൽ ചരട് വലിക്കുന്ന ചില ആളുകളുണ്ട്. അവരിലേക്കും കൂടി ഈ കേസ് എത്തണം എന്നുള്ളതാണ്. അപ്പൊ ഈ പറയപ്പെടുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന നേതാക്കന്മാരും ഇതിന് പിന്നിലുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതിനെക്കുറിച്ച് അതൊക്കെ പോലീസ് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്, മേധാവികൾ കണ്ടെത്തേണ്ട കാര്യമാണ്. അതിനെ സംബന്ധിച്ച് എന്തായാലും പെയ്ഡായുള്ള ഒരു ശ്രമം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തീർച്ചയായിട്ടും അങ്ങനെ പല രീതിയിൽ എനിക്ക് പരിചയത്തിലുള്ള ഇന്ന ആളെന്നുള്ളതല്ല, എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള പ്രശസ്തരായ പല പുരുഷന്മാരുണ്ട്. ഈ സിനിമാ ഫീൽഡിലുള്ളവരെ പോലും അവരുടെ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് അവരുടെ സ്വകാര്യതയെ പോലും, അപ്പൊ മറ്റ് പുരുഷ സുഹൃത്തുക്കളുടെ സ്വകാര്യതയെ പോലും ബാധിക്കുന്നു എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്യണമെന്ന് തോന്നിയത്. എനിക്ക് എതിരെ മാത്രമല്ല, സുഹൃത്തുക്കൾക്കെതിരെയും കൂടി, അവരെയും കൂടി ഇതിലേക്ക്, ഒന്നും അറിയാത്തവരെ പോലും ഇതിലേക്ക് വലിച്ചടയ്ക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഒരു ആക്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത്. അപ്പൊ എത്രയും പെട്ടെന്ന് കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത്. ആരോപണ വിധേയൻ നിയമസഭയിൽ വരണം എന്ന് പങ്കെടുക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ ഒന്നിനെക്കുറിച്ചും പ്രതികരിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അത് പ്രസ്ഥാനവും അവരൊക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ, അതിലൊന്നും ഞാൻ ഒപ്പൈൻ ചെയ്യേണ്ട കാര്യമേ ഇല്ല. പാർട്ടി തള്ളി പറഞ്ഞ ഒരാളാണ്. അല്ല, അങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ ഒപ്പൈൻ ചെയ്യേണ്ട കാര്യമില്ല. എന്തായാലും ശരി, താങ്ക് യു. റിനി ആൻഡ് ജോർജ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. താൻ ഒരു യുവ നേതാവിനെതിരെ പരാതി ഉന്നയിച്ചു. അതിനുശേഷം വല്ലാത്ത രീതിയിലുള്ള സൈബർ അറ്റാക്കുകളുണ്ട്, അപകീർത്തികരമായ പരാമർശങ്ങളുണ്ട്. അത് ചെയ്യുന്നവർ, അവരുടെ ആ ഹാൻഡിലുകൾ, അത് മാത്രമല്ല ഇതിന് പിന്നിൽ ചരട് വലിക്കുന്നവർ ആരായാലും അവരെ എല്ലാം കണ്ടെത്തി അവർക്കെതിരായ കൃത്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന ആ രീതിയിലാണ് പരാതി ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. അത് മുഖ്യമന്ത്രിക്കും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കുമൊക്കെ പരാതി നൽകുമെന്നാണ് റിനി ആൻഡ് ജോർജ് പറഞ്ഞിരുന്നത്. അതേക്കുറിച്ച് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയായിരുന്നു റിനി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.